നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ ആകാശ യുദ്ധ ഉപകരണങ്ങളുടെ മിനുക്കുപണിയിലാണ്. അഞ്ചാം തലമുറ, ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ എണ്ണം ചൈന അതിവേഗം വികസിപ്പിക്കുകയും പാകിസ്ഥാൻ നൂതന ചൈനീസ് J-35A സ്റ്റെൽത്ത് ജെറ്റുകൾ സ്വന്തമാക്കാനുള്ള ലക്ഷ്യത്തിലുമാണ്. ഇന്ത്യയുടെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ AMCA പദ്ധതി 2030കളുടെ മധ്യത്തിൽ മാത്രമേ പ്രവർത്തനക്ഷമമാകൂ എന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്ത്യൻ വ്യോമസേന അതിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും വടക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ വ്യോമ തുല്യത നിലനിർത്തുന്നതിനും ഒരു ഇടക്കാല പരിഹാരം അടിയന്തരമായി തേടുകയാണ്. അതുകൊണ്ട് തന്നെ വ്യോമശക്തി ആധുനികവൽക്കരണത്തിൽ ഇന്ത്യ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് പറയാം. റിപ്പോർട്ടുകൾ പ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്ന് നൂതന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ 2-3 സ്ക്വാഡ്രണുകൾ 40 മുതൽ 60 വിമാനങ്ങൾ വരെ ഏറ്റെടുക്കാൻ IAF ഔദ്യോഗികമായി ശുപാർശ ചെയ്തിരിക്കുകയാണ്. AMCA തയ്യാറാകുന്നതുവരെ പ്രതിരോധ രംഗം അടക്കി ഭരിക്കാൻ ഇന്ത്യൻ മണ്ണിലേക്ക് ഇവരുടെ രാജകീയ വരവ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. IAF-ന്റെയും പ്രതിരോധ സെക്രട്ടറി RK സിംഗിന്റെയും നേതൃത്വത്തിലുള്ള ഉന്നത അധികാര സമിതിയും അംഗീകരിച്ച ഒരു തന്ത്രപരമായ മുൻഗണനാ പദ്ധതിയാണിത്. ഇനി ഏതൊക്കെ വിമാനമാണ് ഇന്ത്യ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നറിയണ്ടേ? പറഞ്ഞുതരാം. ആദ്യത്തെ വിമാനം മലയാളികൾക്ക് വളരെ നന്നായി അറിയുന്ന അമേരിക്കയുടെ F-35 ലൈറ്റ്നിംഗ് 2 എന്ന യുദ്ധവിമാനമാണ്. രണ്ടാമത്തെ വിമാനമാണ് റഷ്യയുടെ Su-57 മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫൈറ്റർ. അമേരിക്കയുടെ F-35 ലൈറ്റ്നിംഗ് 2 കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നൂതനമായ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് F-35. സമാനതകളില്ലാത്ത സ്റ്റെൽത്ത്, നൂതന സെൻസർ ഫ്യൂഷൻ, ആക്രമണ പ്രവർത്തനങ്ങളിലും പരീക്ഷിച്ച യുദ്ധ ദൗത്യങ്ങളിലും തെളിയിക്കപ്പെട്ട കഴിവുകൾ ഇവയ്ക്കുണ്ട്. ചൈനയുടെ S-400 സിസ്റ്റം പോലെയുള്ള അത്യാധുനിക വ്യോമ പ്രതിരോധ ശൃംഖലകളിലേക്ക് തുളച്ചു കയറാനുള്ള ഇതിന്റെ കഴിവ് എടുത്തു തന്നെ പറയണം. നിർണായകമായി ഇന്ത്യക്ക് വേണ്ടിയുള്ള F-35നായി ഒരു കരാർ ഏർപ്പെടാൻ US സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും F-35 ഗണ്യമായ ഉൽപാദന ബാക്ക്ലോഗുകൾ, ഉയർന്ന ഏറ്റെടുക്കൽ, പ്രവർത്തന ചെലവുകൾ, അമേരിക്കൻ വിമാനങ്ങളുമായുള്ള IAF അനുഭവത്തിന്റെ അഭാവം എന്നിവ നേരിടുന്നു. ഇത് ലോജിസ്റ്റിക്സിനെയും സംയോജനത്തെയും സങ്കീർണമാക്കിയേക്കാം. കൂടാതെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ഇന്ത്യ-US ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടായിട്ടുണ്ട്. ഇത് F-35 ഇന്ത്യക്ക് വേഗത്തിൽ അംഗീകരിക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള സാധ്യതകളെ കൂടുതൽ സങ്കീർണതകളിലേക്ക് എത്തിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. എന്നിരുന്നാലും ഇത്തരം ഒരു കരാറിൽ ഏർപ്പെടുന്നതിലൂടെ ഇന്ത്യ-US നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും തന്ത്രപരമായ തലത്തിൽ വാഷിംഗ്ടണുമായി ഇന്ത്യക്ക് അനുകൂലമായ സമീപനം ഉണ്ടാക്കുന്നതിനും സഹായിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി Su-57 മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫൈറ്ററിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ റഷ്യയുടെ Su-57 വളരെ ആകർഷകമായ ഒരു ഓപ്ഷനായാണ് ഇന്ത്യ കണക്കാക്കുന്നത്. ഇന്ത്യ റഷ്യ കൂട്ടുകെട്ടിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ പ്രാദേശിക സഹ ഉൽപാദനം, സാങ്കേതിക കൈമാറ്റം, തദ്ദേശീയ ഏവിയോണിക്സും ആയുധങ്ങളും ഉപയോഗിച്ച് ഇന്ത്യക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തൽ, ഇന്ത്യയുടെ നിലവിലുള്ള Su-30 MKI വിമാനങ്ങളുടെ കൂട്ടത്തിലേക്കുള്ള അപ്ഗ്രേഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് ഇന്ത്യയുടെ സാങ്കേതിക അടിത്തറയെ ശക്തിപ്പെടുത്തുന്നു ഒന്ന് തന്നെയാണ്. Su-57 സ്റ്റെൽത്ത് സവിശേഷതകൾ പൊതുവെ F-35നേക്കാൾ ഒരൽപ്പം താഴ്ന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. Su-57 സ്വീകരിക്കുന്നത് കൂടുതൽ പാശ്ചാത്യ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനും US-ഉമായും സഖ്യകക്ഷികളുമായും ഇന്ത്യയുടെ ബന്ധം സങ്കീർണമാക്കുന്നതിനും കാരണമാകുമെന്ന ആശങ്കയും വിദഗ്ധർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ 2 മുതൽ 3 വരെ സ്റ്റെൽത്ത് ഫൈറ്റർ സ്ക്വാഡ്രണുകൾ ഓർഡർ ചെയ്യാനാണ് പദ്ധതിയിടുന്നത്. ഇതിൽ ഏകദേശം 40 മുതൽ 60 വരെ യുദ്ധവിമാനങ്ങൾ ഉണ്ടാകും. വിദേശ സ്രോതസ്സുകളിൽ നിന്ന് സ്വന്തമാക്കാൻ സജീവമായി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയുടെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് AMCA പദ്ധതി വികസനം അണിയറയിൽ തുടരുകയാണ്. പദ്ധതി പ്രാബല്യത്തിൽ വരാൻ ഏകദേശം 2030കളുടെ മധ്യം വരെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം അതുപോലെ തന്നെ സാങ്കേതിക മികവ് എന്നിവയിൽ നേരെ ഇടിവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. 2025 സെപ്റ്റംബറിന്റെ അവസാനത്തോടെ MiG-21 സ്ക്വാഡ്രണുകൾ വിരമിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ കാണാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി കാണാവുന്നതാണ്. ഇക്കാരണം കൊണ്ട് തന്നെ ഇന്ത്യ വളരെ ബുദ്ധിപരമായ സമീപനം നടത്തുന്നതായി നമുക്ക് കണക്കാക്കാം. ജാഗ്വർ, മിറാഷ് 2000, MiG-29 എന്നീ സ്ക്വാഡ്രണുകളുടെ കൂടുതൽ പിൻവലിക്കൽ 2037 ആകുമ്പോഴേക്കും സ്ക്വാഡ്രണുകളുടെ എണ്ണം 25ആയി കുറയ്ക്കുമെന്നതാണ്. ചൈനയുടെ 200-ലധികം J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ വിന്യസിക്കൽ, 6ാം തലമുറ യുദ്ധവിമാനങ്ങളിലെ പ്രവർത്തനം, അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള സാധ്യത തുടങ്ങിയ പ്രാദേശിക എതിരാളികളുടെ ദ്രുതഗതിയിലുള്ള ആധുനികവൽക്കരണവുമായി ചേർന്ന് ഈ കുറവ് 5ാം തലമുറ ജെറ്റുകൾക്ക് മാത്രമേ ഫലപ്രദമായി നികത്താൻ കഴിയൂ എന്ന് ഇന്ത്യയുടെ IAF വിശ്വസിക്കുന്നുണ്ട്. 5ാം തലമുറ സ്റ്റെൽത്ത് മൾട്ടി റോൾ യുദ്ധവിമാനമായ F-35 ലൈറ്റ്നിംഗ് II സ്റ്റെൽത്ത്, സെൻസർ ഫ്യൂഷൻ, നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധം എന്നിവയിൽ ഗണ്യമായ സാങ്കേതിക നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാക്കി ഇതിനെ മാറ്റുന്നുണ്ട്. മതിയായ ഫൈറ്റർ സ്ക്വാഡ്രൺ എണ്ണം നിലനിർത്തുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്ന ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം 36 റഫേൽ വിമാനങ്ങൾ നേരത്തെ വാങ്ങിയിരുന്നു. അതിനോടൊപ്പം തന്നെ 2 F-35 സ്ക്വാഡ്രണുകൾ കൂടി ചേർക്കുന്നതിലൂടെ ഇന്ത്യയുടെ യുദ്ധ ഫലപ്രാപ്തിയും പ്രതിരോധ ശേഷിയും വളരെയധികം വർദ്ധിപ്പിക്കുമെന്നതാണ്. F-35ന്റെ നൂതന സെൻസറുകളും സ്റ്റെൽത്തിന്റെ സവിശേഷതകളും മത്സരാധിഷ്ഠിതമോ ശത്രുതാപരമായതോ ആയ വ്യോമ അതിർത്തികളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാൻ വ്യോമസേനയെ പ്രാപ്തമാക്കും. നയതന്ത്ര രംഗത്ത് അത്തരമൊരു ഉയർന്ന പ്രൊഫൈൽ പ്രതിരോധ കരാർ ഇന്ത്യ-US ബന്ധങ്ങളിൽ നിർണായക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള സംഘർഷങ്ങളെ തുടർന്ന് വാഷിംഗ്ടണുമായുള്ള ബന്ധം പുനഃക്രമീകരിക്കാൻ ന്യൂഡൽഹി ശ്രമിക്കുന്ന സമയത്ത് റഷ്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ ഇന്ത്യ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ കാരണം F-35 പോലെയുള്ള നൂതന സൈനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നതിൽ US ചരിത്രപരമായി വൈരാഗ്യം പുലർത്തിയിരുന്നു. എന്നിരുന്നാലും ട്രംപിന്റെ തന്നെ വ്യക്തമായ ഓഫറുകൾ ഉൾപ്പെടെ സമീപകാല നീക്കങ്ങൾ ഒരു ശ്രദ്ധേയമായ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയെ ഒരു പ്രധാന US പ്രതിരോധ പങ്കാളിയായും ചൈനയ്ക്കൊരു പ്രാദേശിക പ്രതിരോധമായും സ്ഥാപിക്കുന്നുണ്ട്. തന്ത്രപരമായി F-35 ഏറ്റെടുക്കൽ ഇന്ത്യയെ അമേരിക്കയുടെ സ്വാധീന മേഖലകളിലേക്ക് കൂടുതൽ അടുപ്പിക്കും. എന്നിരുന്നാലും ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനത്തിന്റെ കാര്യത്തിൽ F-35 ചില നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ ട്രംപ് തന്റെ വരാനിരിക്കുന്ന താരിഫ് ഭീഷണികൾ ലഘൂകരിക്കുകയാണെങ്കിൽ പ്രതിരോധ മന്ത്രാലയം F-35 വിമാനങ്ങൾ വാങ്ങുന്നതിലേക്ക് നീങ്ങിയേക്കാം. താരിഫുകൾ ദോഷകരവും നിരാശാജനകവുമാണെന്ന് തെളിഞ്ഞാൽ ട്രംപിന്റെ ഇന്ത്യയുമായുള്ള വ്യാപാര യുദ്ധത്തിനുള്ള നേരിട്ടുള്ള പ്രതികരണമായി Su-37 വിമാനങ്ങൾ വാങ്ങാൻ പ്രധാനമന്ത്രി മോദി തീരുമാനിച്ചേക്കാം.